2026 പിറന്നിട്ട് 6 ദിനരാത്രങ്ങൾ പിന്നിട്ടിരിക്കുന്നു. ഇന്ന് 7-ാം ദിനമാണ്. ഇന്ന് ശരിക്കു പറഞ്ഞാൽ ഇന്നല്ല, ഇന്നലെ പുറത്തു വന്ന ഒരു വാർത്ത നമ്മെ അങ്ങേയറ്റം ചിരിപ്പിക്കുന്നു. മറ്റൊന്നുമല്ല, ആസാം പിടിച്ചെടുക്കാൻ കോൺഗ്രസ് പ്രിയങ്ക ഗാന്ധിയെ നിയോഗിച്ചിരിക്കുന്നു എന്നതാണ് ആ വാർത്ത. ആസാമിൽ നമുക്കറിയാം, നിലവിൽ BJP ആണ് അവിടെ ഭരിക്കുന്നത്. ഒരു കാലത്ത് കോൺഗ്രസിൻ്റെ മുന്നണി പോരാളിയായിരുന്ന ഹിമന്ത ബിശ്വ ശർമ്മ എന്ന നേതാവാണ് ഇന്ന് അവിടെ BJPയുടെ മുഖ്യമന്ത്രിയായി ആസാം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ആസാം പിടിച്ചെടുക്കാനാണ് കോൺഗ്രസ് പ്രിയങ്ക ഗാന്ധിയെ നിയോഗിച്ചിരിക്കുന്നത്. ഒരു കാലത്ത് ആസാമിൽ കോൺഗ്രസിനായിരുന്നു ശക്തി. കോൺഗ്രസ് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയ ഒരു സംസ്ഥാനമാണ് രാഷ്ട്രീയമായി. പക്ഷേ കഴിഞ്ഞ ഏതാണ്ട് 10 വർഷമായി സ്ഥിതി അതല്ല. 2014 മുതൽ കോൺഗ്രസ്സിന് ആസാം ബാലികേറാമലയായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ തെറ്റില്ല. രാഹുൽ ഗാന്ധി അവിടെ രാഷ്ട്രീയം കളിച്ച് കുളമാക്കി ആസാമിനെ കോൺഗ്രസിൻ്റെ കൂടാരത്തിൽ നിന്ന് അടിച്ചു പുറത്താക്കി എന്ന് പറയുന്നതാവും കൂടുതൽ ശരി. അവിടുത്തെ ആസാമിനുള്ളിലെ കോൺഗ്രസ് നേതാക്കളുടെ ഗ്രൂപ്പ് പോരിൽ പക്ഷം പിടിച്ച രാഹുൽ ഗാന്ധി ഒരു വിഭാഗത്തിന് വേണ്ടി നിലപാടെടുത്തപ്പോൾ മറുവിഭാഗം കൂടോടെ കോൺഗ്രസ് വിട്ട് BJPയിലേക്ക് പോയ കാഴ്ചയാണ് നമ്മൾ കഴിഞ്ഞ പതിറ്റാണ്ടിൽ കണ്ടത്. ആ ആസാം തിരിച്ചു പിടിക്കാനാണ് ഇപ്പോൾ പ്രിയങ്കയെ നിയോഗിച്ചിരിക്കുന്നത്. ഏത് പ്രിയങ്ക? കഴിഞ്ഞ UP തെരഞ്ഞെടുപ്പ് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് UP സംസ്ഥാനം യോഗി ആദിത്യനാഥിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുക്കാൻ വേണ്ടി കോൺഗ്രസ് നിയോഗിച്ച പ്രിയങ്ക, ഗംഗയിലൂടെ ബോട്ട് യാത്ര നടത്തിയ പ്രിയങ്ക. ആ പ്രിയങ്ക UPയിൽ എന്താണ് ചെയ്തത് എന്ന് നമ്മൾ കണ്ടു. കോൺഗ്രസ് 4-ാം സ്ഥാനത്ത് പതിവ് പോലെ പിന്തള്ളപ്പെട്ടു എന്ന് മാത്രമല്ല, അതിന് തൊട്ട് മുമ്പുണ്ടായിരുന്ന അത്രയും വോട്ട് ഷെയർ പോലും, വോട്ട് ശതമാനം പോലും കോൺഗ്രസ്സിന് നേടാൻ കഴിഞ്ഞില്ല. UPയിൽ കോൺഗ്രസ് തകർന്ന് തരിപ്പണമായി, നിലം പരിശായി. ഒരു വിധത്തിലും കോൺഗ്രസ്സിന് ഉയർത്തെഴുന്നേൽക്കാൻ കഴിയാത്ത ഒരു സംസ്ഥാനമാക്കി UPയെ മാറ്റിയെടുത്തു പ്രിയങ്ക എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി. എന്തായാലും അങ്ങനെ UPയിൽ തൻ്റെ എല്ലാ ശക്തിയും എടുത്ത് പയറ്റി, അമ്മുമ്മയുടെ മൂക്ക് മുതൽ അമ്മുമ്മയുടെ തലമുടിയും അമ്മുമ്മയുടെ രീതിയിൽ സാരി ഉടുക്കലും ഒക്കെയായി വലിയ രീതിയിൽ അവിടെ അവതരിച്ച പ്രിയങ്ക പക്ഷേ ജനങ്ങളുടെ വോട്ട് നേടുന്നതിൽ വമ്പൻ പരാജയമാണ് ഏറ്റുവാങ്ങിയത്. നമുക്കറിയാം, കോൺഗ്രസ് കഴിഞ്ഞ ഏതാനും പതിറ്റാണ്ടുകളായിട്ട് UPയിൽ 4-ാം സ്ഥാനത്താണ്. അവിടെ 2 പ്രാദേശിക പാർട്ടികൾ, സമാജ്വാദി പാർട്ടിയും ബഹുജൻ സമാജ്വാദി പാർട്ടിയും പിന്നെ BJPയും, ഈ 3 പേരാണ് അവിടെ ശക്തരായി നിലകൊണ്ടിരുന്നത്. ഏതാണ്ട് 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം അവിടെ UPയിൽ കോൺഗ്രസ്സിന് കച്ചി തൊടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് സത്യമാണ്. അപ്പോൾ കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിലധികമായിട്ട്, 1.5 പതിറ്റാണ്ടായിട്ട് കോൺഗ്രസ് UP രാഷ്ട്രീയത്തിൽ അപ്രസക്തമായിരിക്കുന്നു. അതിനു മുമ്പ് തന്നെ സംസ്ഥാന നിയമസഭയിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം കോൺഗ്രസ് 4-ാം സ്ഥാനത്താണ്. ഈ 2 പ്രാദേശിക പാർട്ടികളും ഉയർത്തിയ വെല്ലുവിളികളെ മറികടന്നുകൊണ്ടാണ് BJP 2017 അവിടെ അധികാരം പിടിച്ചത്. നമുക്കറിയാം, യോഗി ആദിത്യനാഥിൻ്റെ നേതൃത്വത്തിൽ 4-ൽ 3 ഭൂരിപക്ഷവുമായിട്ടാണ് UP ഭരിക്കാൻ BJP എത്തിയത് എന്നുള്ളത് ചരിത്രമാണ്. 2022-23 അത് തന്നെ സംഭവിച്ചു. അവിടെ യോഗി ആദിത്യനാഥിൻ്റെ ഭരണം തുടരുന്നു. സീറ്റുകൾ കുറച്ച് കുറഞ്ഞെങ്കിലും കംഫർട്ടബിൾ ആയിട്ടുള്ള മികച്ച ഭൂരിപക്ഷം തന്നെ യോഗി ആദിത്യനാഥിന് നേടാൻ കഴിഞ്ഞു UPയിൽ. ആ UPയെ പിടിച്ചെടുക്കാൻ പോയ പ്രിയങ്ക അവിടെ നിന്ന് 8 നിലയിൽ പൊട്ടി ജീവനം കൊണ്ടോടുന്ന കാഴ്ചയാണ് ഇന്ത്യൻ രാഷ്ട്രീയം കണ്ടത്. അതേ പ്രിയങ്കയാണ് ഇപ്പോൾ ഇതാ ആസാം പിടിച്ചെടുക്കാൻ കോൺഗ്രസ് നിയോഗിച്ചിരിക്കുന്നത്. നോക്കൂ, ഉത്തരേന്ത്യയിൽ എങ്ങും മത്സരിച്ചാൽ ജയിക്കില്ല എന്നറിയാവുന്നത് കൊണ്ട് ഇങ്ങ് കേരളത്തിൽ മുസ്ലിം ലീഗിൻ്റെ തട്ടകമായ വയനാട് വന്നു നിന്ന് മത്സരിച്ച് വിജയിച്ച ഒരു സ്ഥാനാർത്ഥിയാണ് പ്രിയങ്ക.
ധൈര്യമുണ്ടെങ്കിൽ പ്രിയങ്ക ഉത്തരേന്ത്യയിലെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ മത്സരിക്കട്ടെ. റായ്ബറേലിയും അമേത്തിയും ഒക്കെ ഉണ്ടല്ലോ. അമേത്തി BJP ജയിച്ച സ്മൃതി ഇറാനി രാഹുലിനെ പരാജയപ്പെടുത്തി 2019 വിജയിച്ച അമേഠി ഇപ്പോൾ കോൺഗ്രസിന്റെ കയ്യിലാണ്. ഒരിക്കൽ കൂടി അവിടെ നിന്ന് മത്സരിക്കാൻ, ലോക്സഭയിലേക്ക് മത്സരിക്കാൻ പ്രിയങ്കയ്ക്ക് ധൈര്യമുണ്ടോ എന്നാണ് ചോദ്യം. റായ്ബറേലി ഒഴിഞ്ഞ് സോണിയ രാജ്യസഭാ സ്ഥാനാർത്ഥിയായി ജയിച്ച് രാജ്യസഭയിലേക്ക് പോയതുകൊണ്ട് റായ്ബറേലിയിൽ മത്സരിച്ച രാഹുൽ ഗാന്ധി അവിടെ നിന്ന് ജയിച്ചു. എന്നാൽ ഈ അമേഠിയിൽ അവിടെ BJPക്ക് പരാജയം സംഭവിച്ചെങ്കിലും എന്തുകൊണ്ട് പ്രിയങ്ക അമേഠിയിൽ മത്സരത്തിന് തയ്യാറാകുന്നില്ല എന്ന ചോദ്യം പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട്. ആ പ്രിയങ്കയെയാണ് ഉത്തരേന്ത്യയിൽ എങ്ങും മത്സരിച്ചാൽ ജയിക്കില്ല എന്ന് തോന്നിയതുകൊണ്ട് കേരളത്തിലേക്ക് ഒളിച്ചോടിയ പ്രിയങ്കയെയാണ് കോൺഗ്രസ് ആസാം പിടിച്ചെടുക്കാൻ വേണ്ടി നിയോഗിച്ചിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം, ഹിമന്ത ബിശ്വാസ് ശർമ്മ അവിടെ അങ്ങേയറ്റം ജനകീയനായി ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. വലിയ വെല്ലുവിളി ആണ് അദ്ദേഹം ഉയർത്തുന്നത്. കോൺഗ്രസിന് അവിടെ സംഘടനാ സംവിധാനവും അതീവ ദുർബലമായി കൊണ്ടിരിക്കുന്നു. ദിനം പ്രതി കോൺഗ്രസ് ആസാമിൽ തകർന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞാൽ തെറ്റില്ല. ആ കോൺഗ്രസിനെ ആസാമിൽ നയിക്കുന്നത് തരുൺ ഗൊഗോയ് എന്ന നേതാവാണ്. അദ്ദേഹമാകട്ടെ കോൺഗ്രസിനെ ഓരോ ദിവസവും താഴോട്ട് താഴോട്ട് താഴോട്ട്, പടവലങ്ങ താഴോട്ട് വളരുന്നത് പോലെ, നീണ്ടു താഴേക്ക് വളരുന്നത് പോലെ കോൺഗ്രസിനെ താഴോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് ആസാമിൻ്റെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തുറുപ്പ് ചീട്ടാക്കി പ്രിയങ്കയെ ഇറക്കുന്നത്. ഒരുപക്ഷെ പ്രിയങ്കയെ അവിടുത്തെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കി പ്രഖ്യാപിക്കുമോ എന്ന് നമുക്ക് അറിയില്ല. അതിനുള്ള സാധ്യത തള്ളിക്കളയാൻ സാധിക്കില്ല. കാരണം കോൺഗ്രസ് ആണ്, രാഹുലിൻ്റെ ഭരണമാണ്, എന്തും സംഭവിക്കാം. മല്ലികാർജുന ഖാർഗെ എന്ന കോൺഗ്രസ് അധ്യക്ഷന് ഏറെ ഒന്നും ചെയ്യാനില്ല. രാഹുൽ പറയുന്നതിന് തല കുലുക്കുക എന്ന് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ജോലി. അങ്ങനെ വളരെ സങ്കീർണമായ, വളരെ പ്രാധാന്യമുള്ള ഒരു തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോഴാണ് പ്രിയങ്കയെ അങ്ങോട്ട് നയിച്ചിരിക്കുന്നത്. ഇനി കേവലം 3 മാസം തികച്ചുണ്ടാകില്ല അവിടെ വോട്ടെടുപ്പ് നടക്കാൻ. ഈ പറഞ്ഞതുപോലെ ഏപ്രിൽ മധ്യത്തോടു കൂടിയോ ഏപ്രിൽ അവസാന വാരമോ ആസാമിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ സാധ്യതയുണ്ടെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. അവിടെ തെരഞ്ഞെടുപ്പിൻ്റെ നടപടിക്രമങ്ങളെല്ലാം പുരോഗമിക്കുന്നു. ആ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിനു വേണ്ടുന്ന കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു. ഈ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ പ്രിയങ്കയെ ആസാമിലേക്ക് നിയോഗിക്കുന്നത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് കോൺഗ്രസ് എന്ന് മനസ്സിലാകുന്നില്ല. പ്രിയങ്കയ്ക്ക് ആസാമിൻ്റെ ചരിത്രമോ ഭൂമിശാസ്ത്രമോ രാഷ്ട്രീയ ചരിത്രമോ രാഷ്ട്രീയ പാരമ്പര്യമോ ഒക്കെ വേണ്ട വിധത്തിൽ അറിയുമോ എന്ന് സംശയമാണ്. പിന്നെ PR ഏജൻസികളുടെയും ഈ ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റുകളുടെയും തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞന്മാരുടെയും കരുത്തിൽ ആസാമിൽ പറന്നിറങ്ങുന്ന പ്രിയങ്ക ഹിമന്ത ബിശ്വാസ് ശർമ്മയ്ക്ക് ഒരു എതിരാളിയെ അല്ല എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു. കാരണം ഹിമന്ത ബിശ്വാസ് ശർമ്മ താഴെ തട്ടിൽ നിന്ന് അടിവച്ച് കയറി വന്ന ഒരു നേതാവാണ്. ആസാമിൻ്റെ ഓരോ സ്പന്ദനവും അദ്ദേഹത്തിന് അറിയാം. മാത്രമല്ല ആസാമികൾക്ക് എന്ന മുദ്രാവാക്യം മുഴക്കി അവിടുത്തെ നുഴഞ്ഞുകയറ്റക്കാരെ, റോഹിംഗ്യകളെയും അതുപോലെ ബംഗ്ലാദേശികളെയും അവിടെ നിന്ന് പുറത്താക്കുന്നതിൽ ഭഗീരഥ പ്രയത്നം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മുഖ്യമന്ത്രി കൂടിയാണ് ഹിമന്ത ബിശ്വാസ് ശർമ്മ. അതുകൊണ്ട് തന്നെ ആസാമികളുടെ സ്നേഹവായ്പകൾ അദ്ദേഹത്തിന് നേരെ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നു. അവർ അദ്ദേഹത്തെ നെഞ്ചിലേറ്റിക്കൊണ്ട് നടക്കുകയാണ്. കാരണം ആസാമികൾക്കാണ്. ആസാമിൻ്റെ സ്വത്വം കളഞ്ഞു കുളിക്കാൻ പറ്റില്ല, അത് ഒരു കാരണവശാലും അനുവദിക്കില്ല എന്നാണ് ഹിമന്ത ബിശ്വാസ് ശർമ്മയുടെ നിലപാട്. ഇവിടെ സോണിയയാകട്ടെ, മകൻ രാഹുലാകട്ടെ, മകൾ പ്രിയങ്കയാകട്ടെ ഈ അനധികൃത നുഴഞ്ഞുകയറ്റത്തിനെതിരെ ഒരക്ഷരം മിണ്ടുന്നില്ല. അതുമാത്രമല്ല, ബംഗ്ലാദേശികളെയും റോഹിംഗ്യകളെയും ബംഗാളിൽ നിന്നും ആസാമിൽ നിന്നും മറ്റു വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നും പുറത്താക്കുമ്പോൾ ഇവർ ഒരക്ഷരം മിണ്ടുന്നില്ലെന്ന് മാത്രമല്ല, ഇവരെ പുറത്താക്കുന്നതിനെതിരെ വളരെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്.
ഈ പറഞ്ഞ ആൾക്കാരെ, ഈ ബംഗാളിൽ നിന്നും ആസാമിൽ നിന്നും മടങ്ങിപ്പോകാനുള്ള ബംഗ്ലാദേശികളെയും റോഹിംഗ്യകളെയും അതീവ രഹസ്യമായി കോൺഗ്രസ് ഭരിക്കുന്ന കർണാടക പോലെയുള്ള സംസ്ഥാനങ്ങളിൽ എത്തിച്ച് അവിടെ പരിരക്ഷ നൽകുന്നു എന്ന വാർത്തയും ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ള കോൺഗ്രസ് എങ്ങനെയാണ് ആസാമിൽ ജയിച്ചു വരിക? അതിനുള്ള എന്ത് തന്ത്രമാണ് ഈ പ്രിയങ്കയുടെ കൈവിൽ ഉള്ളത് എന്നറിയാൻ രാഷ്ട്രീയ നിരീക്ഷകർക്കും താല്പര്യമുണ്ട്. എന്തായാലും ഹിമന്ത ബിശ്വാസ് ശർമ്മ എന്ന അതികായനായ രാഷ്ട്രീയക്കാരനെ, ജനകീയനായ രാഷ്ട്രീയക്കാരനെ, നേതാവിനെ തറപറ്റിക്കുക അത്ര എളുപ്പമല്ല. അതിന് പ്രിയങ്ക കൂടിയാൽ കൂട്ടില്ല. ഇതൊരു ശാശ്വതമായ ഒരു കോൺഗ്രസിൻ്റെ കോൺഗ്രസിന് ആസാമിൽ പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ എന്ന ഒരർത്ഥത്തിലേക്ക് മാറുന്ന ശാശ്വതമായ പരാജയം ഏറ്റുവാങ്ങുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയായിരിക്കുമോ എന്നാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം.